ഹേ ഗായ്സ്, ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ചോറ്റാനിക്കരയിലേക്ക് പോകുന്നത്. അപ്പോൾ എൻട്രൻസ് തന്നെ എല്ലാവരും ഓർക്കുമല്ലോ, മുല്ലപ്പൂ വേണം. കാരണം എൻട്രൻസിൽ ലൈക്ക് അമ്പലത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് മുല്ലപ്പൂ ചൂടാൻ ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ ഗേൾസിന്. അപ്പോൾ ഞങ്ങളുടെ ക്യൂലേക്ക് നിന്നു. നല്ല ക്രൗഡ് ഉണ്ടായി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണെങ്കിൽ പോലും ക്രൗഡ് കുറച്ചുകൂടി അധികമാണെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പം ശബരിമല സീസൺ ആയതുകൊണ്ട് സ്വാമിമാരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ക്യൂ തുടങ്ങി. അപ്പം എല്ലാവരും ഭഗവതിനെ കാണാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈം എന്ന് പറഞ്ഞൊരു 9:30 ഒരു ടൈം. 9:30ക്കാണ് ഇറങ്ങിയത്. ഒരു 11 o'clock 11:30 ആകുമ്പോൾ എത്തി. 12:30 ആകുമ്പോൾ നട അടയ്ക്കും കേട്ടോ. അപ്പോൾ എന്തോ പൂജ നടക്കുന്ന ടൈമായി തന്നു. കുറച്ചുകൂടെ മേളങ്ങളും കാര്യങ്ങളുണ്ട്. അതാണ് എൻട്രൻസ്. ഇതിൻ്റെ അകത്തുനിന്ന് കയറണം. അങ്ങനെ കയറി ഭഗവതിനെ കണ്ടു. കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഞങ്ങളിതാ മെല്ലെ 2-3 ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാൻ. കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആസ് യൂഷ്വൽ റീൽസോ ഇൻസ്റ്റാഗ്രാം എന്തെങ്കിലും ഇടാനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 2-3 ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നുള്ള പ്ലാനിൽ സ്പോട്ട് തപ്പിക്കൊണ്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു സ്പോട്ട് കിട്ടി. അവിടെ നിന്ന് 2-3 സിംഗിൾസ് എൻ്റെ അടുത്ത് സെൽഫി എടുത്ത് അപ്പോൾ എൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തു. പോസ്റ്റ് ചെയ്യാനുള്ളൊരു രീതിയിലാണ് നോക്കിയത്. അപ്പം ക്രൗഡ് ഇല്ലാത്ത സ്ഥലം നോക്കിയാണ് എടുത്ത്. അങ്ങനെ വേണം എല്ലാം ഇറങ്ങേണ്ട പ്ലാനായി. കാരണം ഇത് ക്രിസ്മസും കൂടി ആയതുകൊണ്ട് എല്ലാവരും ക്രൗഡ് ഉണ്ടായത്. മേ ബി അതുകൊണ്ടായിരിക്കും ക്രൗഡ്. സൺഡേസ് ആയിരുന്നില്ല, ക്രിസ്മസ് പ്രമാണിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് കുഞ്ഞു കടകൾ എന്തെങ്കിലും വാങ്ങിക്കാൻ കയറാമെന്നൊക്കെ പക്ഷേ ഒന്നുമില്ല പ്രത്യേകിച്ച്. അങ്ങനെ പോകുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടെ കണ്ട്, പോകുന്ന വഴി തന്നെ മാമേനെയും കണ്ട് ഫ്രണ്ടിനെയും കൂടെ കണ്ട് അങ്ങനെ ആ ദിവസം കഴിഞ്ഞു. ബായ്.